വിൻസെൻ്റ് പോളിനോട് കൊണ്ട് പറഞ്ഞു അവരൊരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു സാഹസ കുടുംബത്തെ കാണിച്ചു തന്നു. അവർക്കൊരു വീട് വെച്ച് അവരൊരു പ്ലാൻ തന്നു. എന്നേക്കാൾ സമ്പന്നരായിട്ടുള്ള പലരും എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന്. പക്ഷേ അത് നല്ല കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു മാതൃകയാക്കി എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചതൊക്കെ വളരെ വിഷമിച്ച് തന്നെയാണ്. സാമ്പത്തികമായിട്ട് കുടുംബം വലിയ മെച്ചപ്പെട്ടതല്ലായിരുന്നു. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൊത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അമ്പതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ് പേരാവൂർ തുണ്ടിയിലെ ചെറുപുഷ്പം ജോസഫ് സാറും ഭാര്യ ത്രേസ്യാമ്മ ടീച്ചറും. ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് സാറും ടീച്ചറും ആ പണം കൊണ്ട് അനുകരണീയമായ മാതൃക തീർത്തത്. എൻ്റെ പേര് സിവ ജോസഫ് ചെറുപുഷ്പം. ഇത് എൻ്റെ ഭാര്യ കൊച്ചു ത്രേസ്യ. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. 1974 ഞങ്ങളുടെ വിവാഹം. മാട്ടറയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടുന്ന് ടീച്ചർക്ക് ഇവിടെ തൊണ്ടി UP സ്കൂളിലായിരുന്നു ജോലി. ടീച്ചർ ഹിന്ദി ടീച്ചറായതുകൊണ്ടും ഒരൊറ്റ പോസ്റ്റ് മാത്രമുള്ളതുകൊണ്ടും അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഒരു 48 കൊല്ലമായിട്ട് ഇവിടെ ഏതാണ്ട് സ്ഥിരതാമസമായിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ 50ാം വിവാഹ വാർഷികം ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതിയായിരുന്നു. ആ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു വീടിൻ്റെ കാര്യത്തെപ്പറ്റി അത്രയൊരു ഞങ്ങളുടെ ഇതിലില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾക്കൊരു എൻ്റെ ഒരു സ്ഥലം വിറ്റപ്പോൾ കുറച്ച് പൈസ കിട്ടി. ആ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പുറത്തുള്ള മക്കളാണ് രണ്ടുപേരും. ഒരാൾ അമേരിക്കയിലും ഒരാൾ ആസ്ട്രേലിയയിലുമാണ്. മകളുള്ളത് കോഴിക്കോടാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആ തൽക്കാലം പൈസയുടെ ആവശ്യമില്ല, ചാച്ചൻ അതെന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ആ വിവാഹത്തിൻ്റെ 50ാം വാർഷികം സാമാന്യം ഒരു നല്ല നിലയിൽ ഒരു 100-500 പേരെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചൊന്ന് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. കാരണം സാമ്പത്തികമായിട്ട് വലിയ വിഷമമില്ല, പെൻഷനൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കോളും. അതേസമയം 2 വർഷമായി ടീച്ചറിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. കാരണം ടീച്ചറിന് ഇങ്ങനെ നല്ല സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മളൊരു ആഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ പതിയല്ലാന്ന് എനിക്ക് തോന്നി. വിൻസെൻ്റ് പോളിനോട് കൊണ്ട് പറഞ്ഞു അവരൊരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു സാഹസ കുടുംബത്തെ കാണിച്ചു തന്നു. അവർക്കൊരു വീട് വെച്ച് അവരൊരു പ്ലാൻ തന്നു. ആ പ്ലാൻ വെച്ച് വന്നപ്പോൾ ഏതായാലും ആ പ്ലാന് ഒഴിവാക്കേണ്ട, അതേപോലെ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് മേസ്ത്രിയെ വിളിച്ചെല്ലാം കാര്യങ്ങളെല്ലാം നടത്തി ആ വീട് വെച്ച് കൊടുത്തു. എൻ്റെ പേര് ജോൺ ജേക്കബ്. പേരാവൂർ തുണ്ടി ഇടവകയിലെ വിൻസെൻ്റ് പോൾ പ്രവർത്തകനാണ്. സാറിൻ്റെ 50ാമത്തെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വീട് വെച്ച് കൊടുക്കാൻ സാറ് പ്രകടിപ്പിച്ചത്. പുഷ്പ പാലക്കൽ എന്ന് പറയുന്ന ഒരു സഹോദരി വിധവയാണ്. അവർ വീടില്ലാതെ ഇവിടെ ചെറിയൊരു കുടിയിൽ താമസിച്ചിരിക്കുകയാണ്. ഞാനവരെ തൊട്ടടുത്തൊരു വിൻസെൻ്റ് പോൾ ജോൺ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തുകയും അവരോട് ഇങ്ങനെ കാര്യം പറയുകയും ചെയ്തു. അവർക്കത് വളരെ സന്തോഷകരമാണ്. വീട് വെച്ചു കൊടുക്കുന്നത്. അവർക്കൊരു മകനും ഒരു മകളുമാണുള്ളത്. മകന് ഇവിടെ ചെന്നൈയിൽ എന്തോ ചെറിയൊരു ജോലിയുള്ളൂ. മകൾ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ അവർക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ഇതാണ് പുഷ്പയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പ ഇവിടെ വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം 2 മക്കളുണ്ട്. പഠിക്കുന്ന സമയത്ത് വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പശുവിനെയും വളർത്തി അതേ രീതിയിൽ കഷ്ടപ്പെട്ടാണ് 2 പിള്ളേരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാനൊരു 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ ഒരു കുളിമുറിയും 2 റൂമും വരാന്തയും ഒക്കെ കൂടി ഇവിടെ അവരന്നേരം 660 ഒരു പ്ലാൻ വരച്ചു വെച്ചിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാനായിരുന്നു.
എന്നോട് പറഞ്ഞു 10 ഇതും കൂടി കൂടുതലുള്ളൂ, അടിയും കൂടി കൂടുതലുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ, അവരെ ആ പ്ലാൻ അനുസരിച്ചാണ് ചെയ്യിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് ചെല്ലുമായിരുന്നു. പണിക്കാരുടെ പണി കാണാൻ അന്വേഷിക്കുകയും ചെയ്തു. സാറേ വളരെ സന്തോഷമായി പോയിട്ട് ഞങ്ങൾക്കൊരു വീടില്ലാത്തൊരു സാറ് ചെയ്തു തന്നല്ലോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരെല്ലാം എല്ലാ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോൾ പറയുകയും അയൽപക്കംകാരും പലരും പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പലരും, ഞാനത് പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, കാരണം ആരോടും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ ഇതറിഞ്ഞ് വന്ന പല സുഹൃത്തുക്കൾ എന്നെ അഭിനന്ദിച്ചു. പലരും അറിയുന്നവരും കേൾക്കുന്നവരെല്ലാം അവരെല്ലാം പറഞ്ഞു സാറ് വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാനപ്പം അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്നേക്കാൾ സമ്പന്നരായിട്ടുള്ള പലരും എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന്. പക്ഷേ അത് നല്ല കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു മാതൃകയാക്കി ആരെങ്കിലും സ്വീകരിച്ച് എൻ്റെ ഈ പ്രവൃത്തി ആർക്കെങ്കിലും ഒരു പ്രചോദനമായെങ്കിൽ എനിക്ക് ഏറ്റവും വളരെ സംതൃപ്തിയായിരിക്കും ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചതൊക്കെ വളരെ വിഷമിച്ച് തന്നെയാണ്. സാമ്പത്തികമായിട്ട് കുടുംബം വലിയ മെച്ചപ്പെട്ടതല്ലായിരുന്നു, കൃഷിക്കാരായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് രാമപുരത്തായിരുന്നു പാലയെടുത്ത് അവിടുന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്തു. ഇവിടെ വന്ന് കുറച്ചു കാലം ഞാൻ റേഷൻ കടയിൽ മാനേജരായിട്ടൊക്കെ നിന്നു. അപ്പോൾ എൻ്റെ ചില അധ്യാപക സുഹൃത്തുക്കൾ പറഞ്ഞു TTCക്ക് പോയോ എന്ന് പറഞ്ഞ് ഞാനന്ന് പാലയാട് TTCക്ക് പോവുകയും അവിടുന്ന് പഠിച്ച് പാസ്സായിട്ട് എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അപ്പോഴും ജോലിക്ക് ഒരു ചെറിയ ഡൊണേഷനൊക്കെ കൊടുക്കണമായിരുന്നു. ആ ഡൊണേഷനൊക്കെ ഞാൻ വായ്പ മേടിച്ച് കൊടുത്തത്, പലിശയ്ക്ക് മേടിച്ച് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെ ശമ്പളമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു. ആ സ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യകാലത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ 75-ലാണ് ഇവിടെ വരുന്നത്. ഈ മാട്ടറയിൽ നിന്ന് തൊണ്ടിയിലേക്ക് താമസം വരുന്നത്. അന്നൊരു സാധാ ഒരു പെര, വളരെ ഹിസ്റ്ററി കൊണ്ടുള്ളൊരു പെരയായിരുന്നു. അതൊരു 2-3 വർഷത്തിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വിപുലമാക്കി, അത് ഹിസ്റ്ററിയൊക്കെ വെച്ച് ആസ്പെസ്റ്റസൊക്കെ ഇട്ട്. അന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അതിനുശേഷം 1997-ലാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ള ഈ വീട് പണിയിക്കാൻ സാധിച്ചത്. 50 കൊല്ലമായി നല്ല രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇതാണ് പോയിക്കൊണ്ടിരുന്നത്. മക്കളാണെങ്കിൽ നല്ല നിലയിലെത്തി, അതും വളരെ സന്തോഷകരമാണ്. അവരുടെ കുടുംബജീവിതവും എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ഒരു 2 വർഷമായിട്ട് ടീച്ചർക്കൊരു നല്ല സുഖം പോരാ. ഡോക്ടർമാരുടെ അടുത്ത് പല ഡോക്ടർമാരെ സമീപിച്ചു. സംസാരം അല്പം കുറവ്, പക്ഷേ ഓർമ്മശക്തിക്കൊന്നിനും കുറവില്ല. മറ്റ് ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊള്ളും. പിന്നെ ചില സമയത്തൊരു ടെൻഷൻ പോലെ ഉണ്ടാകുമെന്ന് മാത്രം. എന്നാൽ ഈ സമയത്തെല്ലാം മക്കളും അവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ വളരെ സഹകരണ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാനൊരു വീടിൻ്റെ കാര്യത്തിലേക്ക് ചിന്തിച്ചത്. കാരണം ഒരാഘോഷം നടത്തണമെന്ന് വിചാരിച്ചു. അവർ 2-2.5 ലക്ഷത്തോളം രൂപയെങ്കിലും ചിലവാകും. പക്ഷേ അതുകൊണ്ട് അത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം എനിക്കിപ്പോഴാണ് കിട്ടിയത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നേക്കും ഒരു തണലായിരിക്കുകയും അവർക്ക് ജീവിതകാലം മുഴുവൻ സുരക്ഷിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമുണ്ട്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന പ്രയോഗത്തിനപ്പുറം സ്വന്തം ജീവിതം കൊണ്ട് ഭൂമിയിൽ സ്വർഗം പണിയുകയാണ് ഈ ദമ്പതികൾ.